പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാക്ക് ടു അതിർത്തി മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ്. ലുധിയാന, കുളു എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. അതിർത്തി സാഹചര്യം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഡൽഹിയിൽ തിരക്കേണ്ട ചർച്ചകൾ. നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തി. 8 പാക് മിസൈലുകൾ തകർത്തു, 3 യുദ്ധവിമാനങ്ങൾ തകർത്തു, ഒരു F-16, 2 JF-17 എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അമിത്ഷാ പാരാമിലിറ്ററി വിഭാഗങ്ങളുടെ മേധാവിമാരുമായി സംസാരിക്കുന്നു. 3 സേനകൾ സജ്ജമാണ് എന്നറിയാൻ കഴിയുന്നു. ഈ സൈനിക നീക്കങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ പറയാൻ കഴിയാത്തത് കാരണം എന്തായാലും 3 സേനകൾ സജ്ജമാണ്. റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും അടക്കം പാകിസ്ഥാൻ്റെ ആകാശത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. വലിയ തോതിലുള്ള തീമഴ ഈ രാത്രി ഉണ്ടാകുന്നു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് നോർമൽ. ആസ് ഓഫ് നൗ ഓൾ ഓപ്പറേഷൻസ് ആർ ഗോയിങ് ഓഫ് നോർമൽ ഇൻ ഓർ ഔട്ട് ഓഫ് കൊച്ചിൻ ആൻഡ് ഓൾ നിയർ ബൈ എയർപോർട്ട്സ് എന്ന് പറയുന്നു. അതിവിടുത്തെ കാര്യമാണ്. ചണ്ഡീഗഡിലെ വിമാനത്താവളം പക്ഷേ ഇപ്പോൾ അടച്ചിരിക്കുകയും ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, എന്താണ് അറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? എന്തായാലും ഈ പാക് പൈലറ്റ് F-16 വിമാനത്തിലെ ഇജക്ട് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പാക് പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായി എന്ന കാര്യം സ്ഥിരീകരിക്കാമോ ബൽറാം? ഹാഷ്മി, ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഇതുവരെയും. അതിന് സമയമെടുക്കും. എന്നാൽ ഇന്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഒരു പൈലറ്റ് ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നു. ഇന്ത്യ വെടിവെച്ചിട്ട ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ F-16 വിമാനത്തിലെ പൈലറ്റാണ്. തകർന്ന വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഇയാൾ ഇന്ത്യൻ മണ്ണിലെത്തുകയും അവിടെ നിന്നും ഇന്ത്യൻ സൈന്യം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ എല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പഞ്ചാബിലെ സ്കൂളുകൾക്ക് ഞായറാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത സർക്കാർ സമാനമായ നടപടി ജമ്മു കശ്മീരിലും ഉണ്ടായിരിക്കുന്നു. അതേസമയം അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. ജനവാസ മേഖലകളിലേക്ക് പോലും ഇന്ന് പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. ആദ്യഘട്ടത്തിൽ ആക്രമണം തുടങ്ങിയത് അന്താരാഷ്ട്ര അതിർത്തി മുറിച്ചു കടന്ന് ജമ്മു മേഖലയിലേക്കാണ് പാകിസ്ഥാൻ ഇന്ന് ആക്രമണം ആരംഭിച്ചത്. ഡ്രോണുകൾ, 100 കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യൻ ആകാശത്തേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. അത് ഹമാസ് ശൈലിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് എങ്കിൽ ആ ഡ്രോണുകളെല്ലാം തന്നെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ, മാലപ്പടക്കം പോലെ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത്. ആ തിരിച്ചടിയുടെ ഫലം ഇപ്പോൾ പാകിസ്ഥാനിലെ 4 പ്രധാന നഗരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീമഴ പെയ്യുകയാണ് പാകിസ്ഥാന്റെ ആകാശത്ത്. ഇന്ത്യൻ ഡ്രോണുകളും ഇന്ത്യൻ മിസൈലുകളും തീമഴ പെയ്യിക്കുകയാണ് അവിടെ. എന്താണ് ഇന്ത്യയോട് ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്നുള്ളത് പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ, ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ എത്രത്തോളം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഓരോ നിമിഷവും അനുഭവിച്ചറിയുകയാണ്. ഇപ്പോഴും സാഹസം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് 8 ഇടങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിവെപ്പ്, അതിശക്തമായ വെടിവെപ്പ് തുടരുകയാണ്. ഇന്ത്യൻ സൈന്യം അതിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട്. അതിന് തയ്യാറായിക്കൊണ്ട് ആർട്ടിലറി ഗണ്ണുകൾ ഇന്ത്യ ഇന്ന് തയ്യാറാക്കി നിർത്തിയിരുന്നു. അതിർത്തി മേഖലകളിൽ വിന്യാസം പൂർത്തിയാക്കിയിരുന്നു. അത് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജമ്മു കശ്മീരിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്. വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. എന്നാൽ അത് ഒരു ജാഗ്രതാ നടപടി മാത്രമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന്റെ ഈ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഓണാണ്. ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്നാൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ മാത്രമാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് രാജ്യത്തെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ അതിൽ മറ്റ് ആശങ്കകൾക്ക് ഇപ്പോൾ വകയില്ല. ഇന്ത്യയിൽ ഒരു മനുഷ്യന് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റലേഷൻസിനോ നമ്മുടെ ഏതെങ്കിലും എയർപോർട്ടിനോ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക സംവിധാനങ്ങൾക്കോ ഒരു നേരിയ ഒരു മുടിയിഴനാരിൻ്റെ പോറൽ പോലും ഏൽപ്പിക്കാൻ ഇക്കണ്ടതോ കാണിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ സംവിധാനം എത്രത്തോളം ശക്തമാണ്, നമ്മുടെ എയർ ഡിഫൻസ് S-400 ഒക്കെ എത്രത്തോളം ശക്തമാണ് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും അതിന് മറുപടി ഇപ്പം നമ്മുടെ ഇവിടെ ഏതെങ്കിലും പരിക്കുണ്ടായില്ല എന്ന് കരുതി മിണ്ടാതിരിക്കുന്നില്ല. അതിശക്തമായ മറുപടി കൊടുക്കുന്നു. ലാഹോറിൽ
റാവൽപിണ്ടിയിലടക്കം അതിശക്തമായ തീമഴ പെയ്ത്താണ്. വിജയകുമാർ കൂടി തുടരുന്നു. വിജയകുമാർ, എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം? ലാഹോറിൽ എന്തായാലും അതിശക്തമായ വ്യോമാക്രമണം ഇന്ത്യ നടത്തുന്നു എന്നതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? കാശ്മീർ, ലാഹോർ മാത്രമല്ല പാകിസ്ഥാനിലെ മുഴുവൻ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇന്ത്യയുടെ തീമഴയാണ്. കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. POK പൂർണ്ണമായും ഇന്ത്യയുടെ ആർട്ടിലറി ഷെല്ലിങ്ങിന് കീഴിലായിരിക്കുന്നു. POKയിലെ ഭീകരവാദ ക്യാമ്പുകളുടെ കേന്ദ്രമായ നീലം താഴ്വരയിൽ കനത്ത ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തു എന്ന വിവരമാണ് വരുന്നത്. നീലം വാലി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നീലം വാലിയിൽ നിന്നാണ് ഈ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നീലം വാലി. ഇന്ത്യ പൂർണ്ണമായും തകർത്തു എന്ന വിവരം വരുന്നുണ്ട്. നീലം താഴ്വരയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നത് ഈ ഘട്ടത്തിൽ അറിയില്ല. POKയിൽ കനത്ത നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആർട്ടിലറി ഫയറിങ്, അത് ഷെല്ലിങ്, ഇത് POKയിൽ വ്യാപകമായിട്ടുണ്ട്. POK വളരെ പ്രധാനപ്പെട്ടതാണ്. POK ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് രാഷ്ട്രീയ പ്രമേയം, പാർലമെന്റിലൊക്കെ പ്രമേയമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നോർക്കണം. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിർണായക നീക്കങ്ങളാണോ ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്ലാമാബാദിൽ, പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് ഇന്ത്യയുടെ മിസൈൽ വർഷം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ലാഹോർ പൂർണ്ണമായും ഏതാണ്ട് അഗ്നിമഴയ്ക്ക് കീഴിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കറാച്ചി, സിയാൽകോട്ട്, റാവൽപിണ്ടിയിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രമുണ്ട്. അവിടെ എന്ത് നടക്കുന്നുവെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ മുഴുവൻ പ്രധാനപ്പെട്ട നഗരങ്ങളും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന് കീഴിലാണ്. ഇപ്പോൾ ഒട്ടുമിക്ക നഗരങ്ങളിലും സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ തുടങ്ങി വെച്ചു, പക്ഷേ ഇന്ത്യ അത് അവസാനിപ്പിക്കുമെന്നാണ്, ഈ രാത്രി തന്നെ അത് അവസാനിപ്പിക്കുമെന്നാണ് കരുതേണ്ടത്. ഹാഷ്മി, ഉറപ്പായും ലാഹോറിന്റെ ആകാശത്ത് തീമഴ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ തീമഴയാവണം. കാര്യം ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ ഒരു കവചം അവർക്കില്ല. ലാഹോറിന്റെ ആകാശത്തില്ല. അതിന് കാരണം അത് ഇന്ന് രാവിലെ നമ്മൾ ഇല്ലാതാക്കിയതാണ്. ഇല്ലാതാക്കിയ ആ കവചമില്ലായ്മയ്ക്ക് മുകളിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ പോയി ലാഹോറിന്റെ ആകാശത്ത് തീമഴ തീർക്കുന്നത്. അത് ഏതൊക്കെ മേഖലകളിൽ പോയി പതിക്കുന്നു എന്നുള്ള കാര്യം, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഏതൊക്കെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇന്ത്യക്കാർ സാധാരണക്കാരെ ആക്രമിക്കില്ല. അവിടെ പോയി വീഴുന്നത് അവിടെ സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലാണ്. റാവൽപിണ്ടിയിലാണ് അവരുടെ പട്ടാള ആസ്ഥാനത്തേക്കടക്കം ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യമൊക്കെ നമുക്കിനി അടുത്ത മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടതാണ്.